ധ്യാൻ തേജ് മണപ്പാട്ട് 100% സ്കോറോടെ കേരള സെക്കൻഡ് കരസ്ഥമാക്കിയ കണ്ണൂർ ചെറുവഞ്ചേരി മണിയപ്പാട്ട് പറമ്പ് വീട്ടിൽ അധ്യാപകനായ പ്രദീപ് മണപ്പാട്ടിയുടെയും അനീഷയുടെയും മകനാണ് ധ്യാൻ. ഒരു വർഷമായി ബ്രില്യന്റിലെ ജെയ് അഡ്വാൻസ്ഡ് റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥി. ഈ വർഷത്തെ ജെയ് മെയിൻ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1868 റാങ്കും ജെയ് അഡ്വാൻസ്ഡിൽ 2551 റാങ്കും ധ്യാൻ കരസ്ഥമാക്കി. ധ്യാൻ തേജസിന്റെ വിജയരഹസ്യം പഠനരീതി നമുക്കൊന്ന് കേൾക്കാം. ഹായ് ഓൾ, കീം എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മോടൊപ്പം ഉള്ളത് ധ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും ധ്യാൻ തന്നെ ആ ഒരു 100% എന്ന് പറയുന്ന സ്കോറിലേക്കുള്ള ജേണിയെക്കുറിച്ചും ആൻഡ് ആദ്യം നമുക്ക് ധ്യാൻ ഒന്ന് പരിചയപ്പെടാം അല്ലേ. ധ്യാൻ്റെ നാട്, വീട്ടിലാരൊക്കെയുണ്ട്, പേരൻസൊക്കെ എന്ത് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എൻ്റെ പേര് ധ്യാൻ തേജ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, അനിയനുണ്ട്. അപ്പോൾ അച്ഛൻ ഇപ്പം ഗൾഫിലാണ് ഉള്ളത്, അമ്മ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു. അനിയനുള്ളത് ഒരാൾ ഇനി 6ലേക്കുള്ള ഇതിൽ നിൽക്കുകയാണ്. ഓക്കെ, എക്സ്പെക്ട് ചെയ്തിരുന്നോ? വീട്ടിലേക്ക് എല്ലാവരും എന്ത് പറഞ്ഞു? ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അല്ല, എക്സാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു, കഴിഞ്ഞ് നമുക്ക് അടുത്തതിന് പിടിക്കാതുള്ള ചിന്താഗതിയിൽ ഇരിക്കുകയാണ്. തീരെ എക്സ്പെക്ട് ചെയ്തില്ല. അത് വളരെ സർപ്രൈസ് ആയിരുന്നു. വീട്ടുകാർക്ക് അതിനപ്പുറത്ത് സർപ്രൈസ് ആണ്. അവർക്ക് ഒരു ഭയങ്കര സന്തോഷമായില്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിജയം ലൈഫിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ജെയ് മെയിൻസിന്റെ സ്കോറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജെയ് മെയിന് 99.89 ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ +2 മോൻ പഠിച്ചതൊക്കെ എവിടെയാണ് സ്കൂള്? ഞാൻ ഒരു സ്റ്റേറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ചിറ്റാരിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി എന്ന സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അതൊരു PCMലൊക്കെ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നു, എന്നിട്ട് ഇപ്പോൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രില്യൻറ്റിലേക്ക് വരുന്നു. ജെയ് മെയിൻസിലൊക്കെ നല്ല സ്കോർ കരസ്ഥമാക്കിയിരുന്നു അല്ലേ? അപ്പോൾ അത്രയും മികച്ചൊരു സ്കോർ കരസ്ഥമാക്കുന്നു. അപ്പോൾ ആ ഒരു പഠന രീതി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. മോൻ്റെ ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയായിരുന്നു പഠനത്തെക്കുറിച്ചും? ആൻഡ് ബ്രില്യൻറ്റിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു ധ്യാനമുണ്ട്, ഫൈനൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ധ്യാനമുണ്ട്. കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ലെവൽ പോലും പറയുകയാണെങ്കിൽ ആക്ച്വലി ബ്രില്യൻറ്റിൽ വരാൻ മടിയായിരുന്നു. ബ്രില്യൻറ്റിനെ കുറിച്ച് പുറത്തുള്ള സംസാരമൊക്കെ അത്ര എന്താ പറയുക, ഭയങ്കര ടൈറ്റാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അടിപൊളിയാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ്, ആദ്യമൊക്കെ പാനിക്കായിരുന്നു, ഈ ഹോസ്റ്റലിലെ സംഭവങ്ങളൊക്കെ സെറ്റ് ആകുമെന്നുള്ളത്. ഹോസ്റ്റലൊക്കെ വന്നു. ഏതാ ഹോസ്റ്റൽ പോലെ? ലിബർട്ടി ഹോസ്റ്റൽ. ലിബർട്ടി ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ? ഹോസ്റ്റലൊക്കെ അടിപൊളിയാണ്, അത്യാവശ്യം നല്ല സെറ്റപ്പ് തന്നെയാണ് പഠിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ തുടക്കം ഈ ഒരു ഇതുണ്ടല്ലോ, ഇവരെ റിപ്പീറ്റേഴ്സിൻ്റെ ക്ലാസ് തുടക്കുന്ന ആ ഒരു ഫേസിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അണ്ടർ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ കാര്യങ്ങൾ അന്ന് നടന്നുകൊണ്ടിരുന്ന എക്സാംസ് കാര്യം മാർക്കൊന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ നല്ല മാർക്ക് കുറവായിരുന്നു, വിചാരിച്ചത്ര ഉണ്ടാവാറില്ല, കുറേ തന്നെയാ. അപ്പോൾ ആ ഒരു ഫേസിൽ നിൽക്കുന്ന സമയത്താണ് ആകെ ഇങ്ങനെ ഡൗൺ ആവും ഇടയ്ക്ക്. പിന്നെ കുറച്ച് ലാസ്റ്റ് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് കാര്യങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കി. കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ ആയിരിക്കും, അത് മനസ്സിലാക്കുക ചെയ്യുക, അത് തന്നെയാ. അപ്പോൾ അത് ചെയ്ത് ഇപ്പം നല്ലൊരു ഘട്ടത്തിൽ നിൽക്കുന്നു. അതായത് ആദ്യം കുറച്ച് പിന്നിലായിരുന്നെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ലക്ഷ്യം ഉറച്ചായിരുന്നുകൊണ്ട് ഇപ്പം മുന്നിലേക്ക് എത്തി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയിൽ ഒരാളാണ് ധ്യാൻ എന്ന് തന്നെ പറയുന്നു. ആൻഡ് തീർച്ചയായിട്ടും മോനെ വലിയൊരു വിജയമാണ് മോൻ കരസ്ഥമാക്കിയത്. അപ്പം ഇപ്പോൾ ഒരു ജെയ് അഡ്വാൻസ് പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തയ്യാറെടുപ്പുകളും അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഒരു പിയർ ഗ്രൂപ്പിനൊപ്പം ഇരുന്നാണ് പഠനമൊക്കെ മുന്നോട്ട് പോകുന്നത് അല്ലേ? നല്ലൊരു കോമ്പറ്റീഷൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച്, ബ്രില്യൻറ്റ് ഒരുക്കുന്ന ആ ഒരു ക്രമീകരണത്തെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ബ്രില്യൻറ്റിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് എക്സാംസ് തന്നെയാണ്. എക്സാംസ് ഏതാ നമ്പർ 1 തന്നെയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എല്ലാ നേരം ഒരു അഡ്വാൻസ് ലെവലിൽ എന്ന് പറയുന്നത് പക്ഷേ അതിനേക്കാളും മുകളിൽ തന്നെയായിരിക്കും. ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് ആ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. കുറേ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ബ്രില്യൻറ്റ് ഭയങ്കര ബെസ്റ്റാണ്. പിന്നെ ഹോസ്റ്റലിലെ കാര്യങ്ങൾ, അവിടെ എന്താണ് ആ ഒരു പഠനാന്തരീക്ഷമൊക്കെ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ധ്യാൻ എപ്പോഴും വിജയിച്ചവരുടെ വാക്കുകൾ കേൾക്കാനാണ് ഇനി വരാനിരിക്കുന്ന ഒരു തലമുറ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ധ്യാനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, വരുന്ന വർഷങ്ങളിലൊക്കെ ജെയ് മെയിൻസിനൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട്, അല്ലെങ്കിൽ കീമിനൊക്കെ നല്ലൊരു സ്കോർ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് ഫ്രം നമ്മുടെ, അതായത് ധ്യാൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ അതിൽ എനിക്ക് പറയുന്നത് വെച്ചാൽ മെയിൻസ് ആണെങ്കിലും കീം ആണെങ്കിലും അഡ്വാൻസ്ഡ് ആണെങ്കിലും മൂന്ന് ഫോർമാറ്റാണ്.
അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് മൂന്ന് രീതിയിൽ തന്നെ കാണണം. ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മനസ്സിലാക്കുക, അതിന്റെ അപ്രോച്ച് അതെല്ലാം ഡിഫറെൻ്റ് ആണ്. അതൊക്കെ ഞാൻ പറയുന്നതിനുപരി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ബ്രില്യൻ്റ് എന്നൊരു സാധനത്തിൻ്റെ പ്രസക്തിയൊക്കെ വരുന്നത് അങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തതിലും അവർ തരുന്ന ഇൻഫർമേഷൻസും കണ്ടന്റിലൂടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കീമാണേലും ജെയ്മേനാണേലും അഡ്വാൻസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെ തന്നെ കുറേ കാര്യങ്ങൾ കിട്ടിക്കോളും. പിന്നെ വരുന്ന തെറ്റുകൾ നോക്കുക, മനസ്സിലാക്കുക, അതിൽ നിന്ന് തന്നെ പഠിക്കുക. ഇതൊക്കെ സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ഡിസിപ്ലിനായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ ധ്യാൻ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിനൊരു പ്ലാൻ ഉണ്ടാവണം, വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. വരുന്ന വർഷം നിങ്ങൾക്കും ധ്യാനെ പോലെ നല്ലൊരു സ്കോറൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കും. ആൻഡ് എന്ത് തന്നെയാണെങ്കിലും ധ്യാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ധ്യാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എന്താണെങ്കിലും IIT ആയിരിക്കുമല്ലോ ലക്ഷ്യം, അല്ലേ? യെസ്. അപ്പോൾ നല്ലൊരു IIT-യിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.